ഇന്ന് ഞാൻ വാഴേൻ്റെ മാമ്പിനെ കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ പൂവെടുത്തിട്ട് സ്നാക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ പൂവെല്ലാം എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് പുഴുവാറ്റുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് മാമ്പുണ്ടെങ്കിൽ ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കാം. ഇതാരും കഴിച്ചിട്ടുണ്ടാവില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കഴിച്ച് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇനി അതിൻ്റെ ഉള്ളിൽ ഒരു തണ്ടുണ്ട്, അത് പൊട്ടിച്ച് കളയണം. അല്ലെങ്കിൽ നമ്മൾ വായിലിട്ടാൽ കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതൊക്കെ വൃത്തിയാക്കി വെക്കാം. നമുക്ക് എല്ലാം പൊളിച്ച് കളയാവുന്നതാണ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴുകണം. കഴുകിയിട്ട് വരാം. ഇപ്പം എല്ലാം കഴുകി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 കപ്പ് കടലമാവും 3/4 കപ്പോളം അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് പച്ചമുളക്, അത് എരിവ് അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് കുറച്ച് കായപ്പൊടി കൂടി ഇടുന്നുണ്ട് ഞാൻ. കായപ്പൊടി ഇട്ടാൽ നല്ല സ്വാദായിരിക്കും. ഇതെല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇഡ്ഡലീൻ്റെ മാവ് പോലെ കലക്കിയെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യുക. കുറേശ്ശായിട്ട് ഒഴിക്കുക. ഒന്നിച്ചൊഴിച്ചാൽ കട്ട കെട്ടിപ്പോകും. അതുകൊണ്ട് കുറേശ്ശായി ഒഴിച്ചതിന് ശേഷം വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. ഇപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് ഒഴിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പൂ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇടാം. ഓരോന്നായി ഇടണമെന്നില്ല. നമ്മൾ ഉള്ളിവടയോ വക്കുവട പോലെ ഒന്നിച്ചിട്ട് വാരിയിട്ട് നമുക്കിടാം. ഓരോന്നാകുമ്പോൾ ഒരുപാട് സമയം പിടിക്കും. ഇപ്പം എല്ലാം ഇട്ട് പൊരിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്ക് വേറെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമായിരിക്കും. ഓക്കെ, താങ്ക് യു.